ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ എന്താണ് ലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട് കാർത്തിക, അമ്മ തയ്യാറായിരുന്നു അമ്മേ ഇനി അവരുടെ തകർച്ച കാണാനായിട്ട്. പ്രകാശന്റെയൊക്കെ അമ്മയുടെ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ച പെണ്ണുണ്ടല്ലോ ദീപ, അവരുടെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം തോലച്ചില്ലേ. കല്യാണെടുത്തും കാദംബരത്തും എല്ലാത്തും ദ്രോഹം മാത്രമല്ല പ്രകാശം ചെയ്തത്, അവരൊക്കെ തകരണ വീണത് നമുക്ക് കാണാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം ലക്ഷ്മി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ടി വിയിൽ കല്യാണി പടം വരയ്ക്കുന്ന പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സരയും രാഹുലും ഷാരിയും കൂടിയിട്ട്. അങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ സരയു പറയണ്ട, ഹോ അവളൊന്ന് തോറ്റാ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഷാരി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക കേട്ടോ. സരയു ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മ ടി വിയിൽ പരിപാടി ഒന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ പറയണ്ടേ, അവളുടെ വിചാരവും അതുപോലെ തന്നെ നോട്ടവും ഒന്നും ഇവിടെയൊന്നും അല്ല, അവൾ വേറെ ഏതോ ലോകത്ത്. അത് പറയുമ്പോൾ അവൾക്ക് എന്തോ പ്രാന്താമുള്ള തലക്ക് പ്രാന്ത് എന്ന് പറയുമ്പോൾ ഷാരി പറഞ്ഞത്, മിണ്ടിപ്പോലെ നിങ്ങളെപ്പോലെ കൊള്ളില്ലാത്ത മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് എന്താണ് സരയു പറയുന്നുണ്ട്, ഷോ തുടങ്ങിയ രണ്ടുപേരും, ഹോ എനിക്ക് സമാധാനമില്ല, ഓണസദ്യ കഴിക്കുമ്പോഴും രണ്ടുപേരും സമാധാനം തന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് രണ്ടുപേരും കൊണ്ട് മതിയായി. ദേ ഇങ്ങനെയാണെങ്കിൽ ദേ അമ്മേനെ അച്ഛനെ അമേരിക്കയിൽ കൊണ്ടുപോകില്ല കേട്ടോ പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ട, അതെ ഞാനേ അമേരിക്കയിൽ വരുന്നില്ല, നീ പോകുമ്പോഴേ നിന്റെ അമ്മേനെയും കൊണ്ട് പോയിക്കോ എന്ന് പറയുവാണ്. അതിനുശേഷം സരയു പറയുന്നുണ്ട്, ദേ അപ്പുറത്തെ വീട്ടിലെ ആഘോഷമായിരിക്കും, ആഘോഷം ഇപ്പൊ ഒന്നെങ്കിൽ പറയാണ്, ഇവള് ജയിച്ചില്ലെങ്കിൽ ആഘോഷമായിരിക്കും, എനിക്കത് കാണാനൊന്നും വയ്യ എന്ന് പറയാണ്. അവരുണ്ടല്ലോ ആ രൂപ എന്ന് പറഞ്ഞവര്, എൻ്റെ ആന്റി, അവരെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണതാ എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ടേ, എൻ്റെ പെങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ ആരെയും ചതിക്കില്ല എന്ന് പറയാണ്, പ്രത്യേകിച്ച് എന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഷാരിന് മനസ്സിലാക്കും, അതേടോ തന്നെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി, ഇനി തന്നെ എല്ലാവരും കൂടി ചവിട്ടി മെതയ്ക്കും എന്നൊക്കെ ഷാരിന് മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട്, ഓണസദ്യയും കഴിഞ്ഞിട്ട് പോയതാ നിന്റെ മനുവേട്ടൻ, ഇതുവരെ അവ തിരിച്ചു വന്നില്ലല്ലോ, എന്നിവൾ അവന്റെ ഏത് കല്യാണമാണോ എന്തോ എന്നിട്ട് പറയുമ്പോൾ എഴുന്നേറ്റ് പോ ഇവിടുന്ന് എന്ന് രാഹുലിനോട് സരയു പറയാട്ടോ. അത് കേട്ട് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നീട് കാണുന്നത് നമ്മുടെ കല്യാണി കോമ്പറ്റീഷനിൽ ഓരോരോ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് എങ്കിലും വരയ്ക്കുകയാണ്. ഒരു 6-7 പേര് ഇന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ട് നമ്മുടെ ദീപയും അതുപോലെ തന്നെ രൂപയും സേനനും ആൽബിയും എല്ലാവരും അവിടെ, രതീഷൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താണ് നമ്മുടെ രൂപ പറയുന്നുണ്ട്, ഓഹോ എൻ്റെ മോള് ഒന്ന് ജയിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ വേലക്കാരി ചേച്ചിയല്ലോ ചേച്ചി പറയണ്ട, അതെ കല്യാണി മോള് ജയിച്ച് കണ്ടാൽ മതിയായിരുന്നു, കല്യാണി മോള് അത്രയ്ക്കും നല്ല മോളാണ് ദീപേ, അവളെപ്പോലത്തെ ഒരു മോളെ പ്രസവിക്കാൻ പറ്റിയത് നിന്റെ ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ ദീപ, അതെ എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അവള് ജയിച്ചാൽ മതിയായിരുന്നു, നോക്കിയമ്മേ അവളുടെ ജീവിതം തന്നെയാ പടത്തിൽ വരച്ചേക്കണത് എന്ന് പറയുന്നത്. ആ ശരിയാ, കല്യാണി മോളുടെ ജീവിതം തന്നെയാ അവൾ ആ പടത്തിൽ വരച്ചേക്കണത്, ആ തൊഴുത്തിൽ കിടക്കണതുണ്ടല്ലോ അവളെയാ വരച്ചേക്കണത്. എന്നിട്ട് തൊഴുത്തിൽ കിടക്കുന്ന ഒരു പെണ്ണും അടുത്ത് കാളനെ ഓടിക്കുന്ന ഒരു ചാട്ടുവാള് പിടിച്ച ഒരാളും അതുപോലെ തന്നെ അവിടുത്തെ പരിസരം ഒക്കെയാണ് പടം വരച്ചേക്കണത്. സേനം പറയണത്, അവിടെ ചാറ്റുവാള് പിടിച്ചിരിക്കുന്ന ഒരു കർഷകനെ കണ്ടോ, അതാണ് പ്രകാശ്, അവിടെ നിന്ന് പശുവിന്റെ കൂട്ടത്തിൽ കിടക്കുന്നത് കല്യാണി, അവളുടെ ചിത്രം തന്നെയാണ് വരച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ കിരണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാട്ടോ. അത് ക്രിസ്റ്റീനയാണ്. ഹലോ സർ. ആ ക്രിസ്റ്റീന പറ എന്ന് കിരൺ പറയുമ്പോൾ, ഞാനേ സാറിന്റെ വൈഫിന്റെ പ്രോഗ്രാം കാണുമായിരുന്നു, നന്നായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട് സാർ എന്ന് പറയാണ്. എൻ്റെ പ്രാർത്ഥന എല്ലാം സാറിന്റെ വൈഫിന്റെ കൂടെ ഉണ്ട്. ക്രിസ്റ്റീന നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, അവള് ജയിക്കായിട്ട്. അതൊക്കെ സാർ പറയേണ്ട ആവശ്യമുണ്ടോ, ഞാൻ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. അതെ ക്രിസ്റ്റീനക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരായിരുന്നു കേട്ടോ. അത് സാർ ഞാൻ ഇത്തിരി തിരക്കായിരുന്നു സാർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെയായിരുന്നു ഓണം ആഘോഷിച്ചത്. സാറില്ല സാർ, വേറൊരു ദിവസം ഞാൻ സാറിന്റെ വീട്ടിൽ എല്ലാവരെയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. ശരി ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ഫോൺ വെക്കുവാണ്. ശേഷം ചന്ദ്രസേനൻ ചോദിക്കുന്നുണ്ട്, ആരാടാ മോനെ, അത് പുതിയ സ്റ്റാഫാണ് ക്രിസ്റ്റീന എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, സ്മാർട്ടല്ല ഓവർ സ്മാർട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഇത്തിരി ഓവർ സ്മാർട്ടൊക്കെ നല്ലതാണ് രതീഷ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഓവർ സ്മാർട്ടാണ് പക്ഷേങ്കിലും ഭയങ്കര ടാലന്റഡ് ആണ് അവള്, നന്നായിട്ട് കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നന്നായിട്ട് അറിയാം. ഈ കാലത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റാഫിനെയാണ് വെച്ചാൽ വേണ്ടത്
കിരൺ പറയുന്നുണ്ട്, അച്ഛനറിയാലോ ഇപ്പൊ നമ്മുടെ എതിർഭാഗത്തുള്ളത് കാർത്തികയാണ്. അവരൊരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. കാർത്തികനെ അങ്ങനെ നിസ്സാരക്കാരായിട്ട് കാണണ്ട. തമിഴ്നാട്ടിലൊക്കെ കാർത്തിക ഫുഡ്സ് ഒക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നതാ. ഇവിടെയപ്പോ അങ്ങനെ തന്നെയാ. അതൊരു ബിസിനസ് മൈൻഡ് നന്നായിട്ടുള്ള പെൺകുട്ടിയാ കാർത്തിക എന്ന് പറയുമ്പോ രതീഷ് പറയുന്നു, എത്ര ബിസിനസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിലും കൂടെ കൂട്ടിയേക്കണത് ആ പ്രകാശനെ വിക്രത്തിനെ അല്ലേ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. മൂക്ക് കെട്ടി താഴെ വീഴും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സോണി പറയണ്ട്, അങ്ങനെ അത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും രതീഷേട്ടാ. കാരണം എന്ന് വെച്ചാല് വിക്രത്തിന്റെ ജീവിതത്തിൽ ഇതിന് മുമ്പ് വന്ന 2 പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വാതി അതുപോലെ തന്നെ ശരണ്യം, അവർ രണ്ടുപേരും 2 ഉദ്ദേശത്തോടു കൂടി തന്നെ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത്, വിക്രത്തിനെ തകർത്തൊടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയായിരിക്കും ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആൽബി എന്തൊക്കെയോ ആലോചിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കാർത്തിക ആൽബി തമ്മിൽ എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡ്സിൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ സോണി അങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും അങ്ങനെ നമ്മുടെ കല്യാണി ഒന്ന് ജയിച്ച് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണി പടം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പടം വരച്ചിട്ടൊക്കെ പൂർത്തിയായി, എല്ലാവരുടെയും സമയം കഴിഞ്ഞു. എല്ലാവരും പടം വരെ നിർത്തി. അപ്പോൾ ഒരു സായിപ്പ് മാതാമി വരുന്നുണ്ട്. ഓരോരുത്തരുടെ പടം നോക്കിയിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞിട്ട് ഓരോ പടങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണിയാണെങ്കിൽ മനസ്സുരുകിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാർത്തിക പൂജാ റൂമിലേക്ക് കയറുന്നുണ്ട്. പൂജാ റൂമിലേക്ക് കയറിയ കാർത്തിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭഗവതി എൻ്റെ അനിയത്തി ജയിക്കണേ, അവളുടെ കൈകൾക്ക് ബലം കൊടുക്കണേ, അവൾക്ക് വിജയം കൈവരിക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പൂജാ റൂമിൽ ഇറങ്ങുമ്പോൾ അമ്മൂമ്മ ചോദിക്കേണ്ടത്, അല്ല പതിവില്ലാതെ മോളെന്താ ഈ സമയത്ത് പൂജാ റൂമിൽ? അതോ ഇന്ന് കല്യാണിയുടെ കോമ്പറ്റീഷൻ നടക്കുമല്ലേ അമ്മൂമ്മേ, അവൾ തോൽക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഏതായാലും നന്നായി മോളെ, എങ്കിലും ഞാനും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. വിക്രവും പ്രകാശും കൂടി അമ്പലത്തിൽ പോയിരിക്കുക. പ്രകാശൻ ചൈന പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നുണ്ട് കല്യാണി തോൽക്കാൻ വേണ്ടി. ചിലപ്പോൾ വിക്രവും ചെയ്യുമായിരിക്കും. അവളെ തോൽക്കും മോളെ, കുഴപ്പമൊന്നുമില്ല. അല്ല മോളെ, ഈ പരിപാടിയിൽ ചിലപ്പോൾ മിക്കവാറും അവൾ തോൽക്കും. ഇത് സ്വാധീനമൊന്നും ചുരുത്താൻ പറ്റുന്ന പരിപാടിയാണല്ലോ. മിക്ക സ്ഥലങ്ങളിൽ അവൾ ജയിക്കാൻ കാരണം അവളുടെ അമ്മായിച്ചുണ്ടല്ലോ അമേരിക്കക്കാരൻ, അയാൾക്ക് ഒരുപാട് സ്ഥലത്ത് സ്വാധീനം ഉണ്ടെന്നേ. ഇനി ഇവിടെ എങ്ങാനും അവൾ ജയിക്കും മോളെ സ്വാധീനം വെച്ചിട്ട് എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ടില്ല അമ്മൂമ്മേ, ഇവിടെ അങ്ങനെ സ്വാധീനം വെച്ച് ജയിക്കാൻ പറ്റുന്ന കളിയൊന്നും അല്ല. അല്ല മോളെ, മോൾക്കും അമേരിക്ക കുറച്ച് പിടിപാടൊക്കെ ഉള്ളതല്ലേ, മോൾക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവളെ തോൽപ്പിക്കാൻ പറ്റില്ലേ? ഇല്ല അമ്മൂമ്മേ, ഇതിലങ്ങനെ റെക്കമെൻഡേഷൻ പറ്റുമെന്നില്ല. അങ്ങനത്തെ പരിപാടിയല്ലേ ഇത്. ആണോ? എങ്കിലും അവൾ തോൽക്കുന്ന ഉറപ്പാണ്. എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് പൂജാ റൂമിൽ കയറാണോ അമ്മൂമ്മ. എൻ്റെ അമ്മയെ ഭഗവതി അവൾ തോൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ചിത്രരചന വരച്ചുകൊണ്ടിരിക്കുന്ന കല്യാണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വര പ്രൈസ് കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അതിനുശേഷം രാഹുലിനെയാണ്. രാഹുലിനെ വരുന്നുണ്ട്. അച്ഛൻ്റെ എവിടെ പോവാ എന്ന് സാരയെ ചോദിക്കുമ്പോൾ അതെ എന്നെ ഇവിടുത്തെ എസ് വിളിച്ചിരുന്നു സ്റ്റേഷൻ വരെ ഒന്ന് പെട്ടെന്ന് വരണമെന്ന്. അപ്പോഴേക്കും നമ്മൾ ഷാരി ആകെ നെട്ടുവാട്ടോ. സ്റ്റേഷൻ വരുമോ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതെ ഒരുത്തി തലക്കടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല ആ മിണ്ടാത്തവള്, അവളുടെ തലക്കടിയേൽപ്പിച്ചത് ഞാനാണെന്നത് എന്താ പോലീസുകാരുടെ വിചാരം? എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടൊക്കെ വിളിക്കുന്നത്. അല്ല നിങ്ങളുടെ മാത്രമാണ് വരാൻ പറഞ്ഞത്, എന്താ നീയും കൂടി വരുന്നുണ്ടോ എന്ന് ഷാരിയോട് ചോദിക്കുക. ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാനൊന്നുമല്ല ചെയ്തത്. എന്തായാലും അവളങ്ങനെ ചെയ്ത് ആരായാലും അങ്ങനെ ചെയ്തത് നന്നായി എന്ന് സരയു പറയുവാണ്. ഇനി അച്ഛൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അച്ഛൻ കുറച്ച് നാളെ ജയിലിൽ കിടന്നോ എന്നിങ്ങനെ പറയുവാണ്. നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. പറയോടി നീ തന്നെ ഇങ്ങനെ പറയണം എന്ന് പറയാണ്. അത് ഞാൻ പറയും, കണ്ടില്ലേ കല്യാണി അവള് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കയറാനേ കാരണമുണ്ടടി. അവളിങ്ങനെ മുകളിലേക്ക് കയറാൻ കാരണം കിരൺ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൾ ഇത്രയും മുകളിലേക്ക് കയറുന്നത്. നിനക്കും അവസരം ഉണ്ടായല്ലോ, നിനക്ക് അടക്കി പിടിച്ചോരുന്ന കിരണിനെ. ദേ പോകാൻ നോക്ക് പ്രാന്ത, ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സരി ഇവിടുന്ന് രാഹുലിനെ അടിച്ച് ഒതുക്കി പുറത്തേക്ക് പറഞ്ഞയക്കും കേട്ടോ. രാഹുൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. ആ സമയത്ത് ഷാരി ആലോചിക്കുകയാണ്, താരനെ തള്ളിയിട്ടതും താരുടെ തല ഇടിച്ചതും ഒക്കെ ആലോചിച്ചിട്ട് ഷാരിക്കാകെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികേനെയൊക്കെയാണ്. കാർത്തികയും അതുപോലെ അമ്മുമ്മയും പ്രകാശനൊക്കെ ടി വിയിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ പണ്ട് അവളൊന്ന് തോറ്റ് കിട്ടിയാൽ മതി എന്ന് പറയാണ്. അതിനുശേഷം അമ്മുമ്മ പറയുന്നുണ്ട്, അതെ തോറ്റാൽ മതിയെന്ന്, തൊഴുത്തി കിടന്ന പെണ്ണ ഇപ്പൊ നോക്കിയ പടം വരയ്ക്കാൻ പോയിരിക്കുന്നു. തൊഴുത്തി കിടന്നതോ? അതെ തൊഴുത്തി കിടന്നെന്ന് പറഞ്ഞാൽ മോളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പറഞ്ഞിട്ട് അവൾക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു പശുവും പാല് കുടിക്കണമെന്ന്. അപ്പോൾ 2 പശുവിനെ ഞാനും അമ്മയും കൂടി മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊടുത്തു. 2-3 ദിവസം അവൾ തൊഴുത്തിലായി കിടന്ന പശുവിന്റെ കൂടെ, അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമെന്ന പശുവിനെ. പിന്നെ അവൾക്ക് എപ്പോഴും ചിക്കനും മീനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. വിക്രത്തിന്റെ പാത്രത്തിൽ കൈയിട്ട് നോക്കണമായിരുന്നു അതിൽ വറ്റുണ്ടോന്ന്. ഇവൾക്ക് നല്ല ഫുഡുകളാണ് വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് എന്നെ കൊഞ്ചിനെ കുത്തി പോയത് എന്നൊക്കെ പറയുവാണ് പ്രകാശൻ. ആ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കണം, നല്ല നുണക്കഥ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര എൻ്റെ അനിയത്തി ജയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.